നമസ്കാരം, ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അമേരിക്കൻ കത്തോലിക്ക മെത്രാന്മാരുടെ സോളിഡാരിറ്റി ഫണ്ട് വഴി 32 ആഫ്രിക്കൻ രാജ്യങ്ങൾക്കായി ധനസഹായം. ദാരിദ്ര്യമേറെയുള്ള ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ വിവിധ മേഖലകളിലായി 96 രാജ്യപാലന പദ്ധതികളെ പിന്തുണയ്ക്കുന്നതിനായാണ് $2.6 മില്യൺ നൽകിയതെന്ന് മെത്രാൻ സമിതി അറിയിച്ചു. അമേരിക്കൻ മെത്രാൻ സമിതിയുടെ സോളിഡാരിറ്റി ഫണ്ടിലേക്കുള്ള രാജ്യത്തെ കത്തോലിക്ക സമൂഹത്തിന്റെ സമ്മാനം സാർവത്രിക സഭയ്ക്കുള്ളിൽ ഐക്യത്തിന്റെ ആത്മാവ് നിലനിർത്താൻ സഹായിക്കുമെന്നും സമിതി പ്രത്യാശ പ്രകടിപ്പിച്ചു. വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയും മൈക്രോസോഫ്റ്റും ചേർന്ന് ബസിലിക്കയുടെ ഉത്ഭവം, നിർമ്മാണവും മുതൽ നൂറ്റാണ്ടുകളായുള്ള എല്ലാ സ്ഥലങ്ങളും ഉൾച്ചേർത്തുകൊണ്ടുള്ള ചരിത്രയാത്രയും വിശുദ്ധ പത്രോസിന്റെ ജീവിതവും സാക്ഷ്യവും ഉൾപ്പെടുത്തിയുള്ള പെട്രോസ് എന്നീ പ്രദർശനം വത്തിക്കാനിൽ ആരംഭിച്ചു. നൂറ്റാണ്ടുകളായി വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയുടെ പരിണാമത്തിന്റെ പ്രധാന വശങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഈ പ്രദർശനം തീർത്ഥാടകർക്കും വിനോദസഞ്ചാരികൾക്കും ആധുനിക സന്ദർശനാനുഭവം നൽകുന്ന വിധത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നിരവധി പുസ്തകങ്ങൾ രചിച്ച ഫാദർ വർഗീസ് തുരുത്തിച്ചിറ വിസിയുടെ ഫിഞ്ചുമോന്റെ ലോക പര്യടനം, സെല്യൂട്ട് എന്നീ പുസ്തകങ്ങൾ നാളെ പ്രകാശനം ചെയ്യും. സമസ്ത കേരള സാഹിത്യ പരിഷത്ത് ഹാളിൽ രാവിലെ 11 മണിക്കാണ് പുസ്തക പ്രകാശനം നടക്കുന്നത്. മേരിമാത പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റവറൻ ഡോക്ടർ അലക്സ് ചാലങ്ങാടി വിസി പരിപാടി ഉദ്ഘാടനം ചെയ്യും. സമസ്ത കേരള സാഹിത്യ പരിഷത്ത് വൈസ് പ്രസിഡന്റ് ഡോക്ടർ TS ജോയി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ഫിഞ്ചുമോന്റെ ലോകപര്യടനം എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് ശ്രീ മൂലനഗരം മോഹനൻ, TM എബ്രഹാം എന്നിവർ ചേർന്നാണ്. CV ഹരീന്ദ്രനും അഡ്വക്കേറ്റ് സോജൻ ജോബും പുസ്തകത്തിന്റെ ആദ്യ കോപ്പി ഏറ്റുവാങ്ങും. തുടർന്ന് സല്യൂട്ട് എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം ഡോക്ടർ നെടുമുടി ഹരികുമാറും KL മോഹനവർമ്മയും നിർവഹിക്കും. പതിപ്പിന്റെ ആദ്യ കോപ്പി സ്വീകരിക്കുന്നത് അഡ്വക്കേറ്റ് MK ശശീന്ദ്രൻ, ഡോക്ടർ അജിതൻ മേനോത്ത് എന്നിവർ ചേർന്നാണ്. ഗാസയിലെ ഹോളി ഫാമിലി കത്തോലിക്ക ദേവാലയത്തിന് നേരെയുണ്ടായത് ആകസ്മികമായി സംഭവിച്ച ആക്രമണമെന്ന് ഇസ്രായേൽ. ആക്രമണത്തിന് കാരണമായത് യുദ്ധോപകരണങ്ങളുടെ വ്യതിയാനമാണെന്നും ഇസ്രായേൽ പ്രതിരോധ സേന കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. ജൂലൈ 17-ന് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ദേവാലയത്തിൽ അഭയം തേടിയ 3 സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെടുകയും ഇടവക വികാരി ഫാദർ ഗബ്രിയേല റൊമനലി ഉൾപ്പെടെ 9 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ലിയോ 14 പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയ അൾജീരിയൻ പ്രസിഡന്റ് അബ്ദൽ മജീദ് ടെബൂൺ വ്യാഴാഴ്ച രാവിലെയാണ് കൂടിക്കാഴ്ച നടന്നത് വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിച്ചു. പ്രസിഡന്റ് പിന്നീട് പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിനുമായി കൂടിക്കാഴ്ച നടത്തി. നിലവിലെ ഭൂരാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചും ലോകത്തെ സമാധാനവും സാഹോദര്യവും കെട്ടിപ്പടുക്കുന്നതിൽ മതാന്തര സംഭാഷണത്തിന്റെയും സാംസ്കാരിക സഹകരണത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ചും ചർച്ച നടന്നതായി പ്രസ്താവനയിൽ പറയുന്നു. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.